ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST 53rd GST കൗൺസിൽ മീറ്റിങ്ങിൽ വന്ന റെക്കമെൻഡേഷനുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് സെക്ഷൻ 16(4)മായി ബന്ധപ്പെട്ട്. നമുക്കറിയാം 16(4) പറയുന്നത് ടൈം ലിമിറ്റ് ടു ടേക്ക് ITC എന്നുള്ള ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് നിങ്ങളെടുത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇനെലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസുകളും ഓർഡറുകളും വന്നിരിക്കുകയാണ്. അപ്പോൾ സെക്ഷൻ 16(4)മായി ബന്ധപ്പെട്ട് GST കൗൺസിൽ പുറത്തുവിട്ടിട്ടുള്ള 3 റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, GST തുടങ്ങിയ ആദ്യത്തെ 4 വർഷത്തിൻ്റെ ടൈം ലിമിറ്റ് 17, 18, 18, 19, 20, 2021 ഈ 4 വർഷത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള ടൈം ലിമിറ്റ് 30th November 2021 വരെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 4 വർഷത്തിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ നോട്ടീസുകളും ഓർഡേഴ്സുകളും ഈ ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്ക് സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് റെക്കമെൻഡേഷൻ. അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 16(4)മായി ബന്ധപ്പെട്ടത് തന്നെയാണ്. റിവോക്കേഷൻ ചെയ്ത കേസുകൾ പലപ്പോഴും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം റിവോക്കേഷൻ ചെയ്തെടുത്ത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരിക്കും. ആ സമയത്തിനുള്ളിൽ ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയ കേസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസുകൾക്കും ഈ ആംനസ്റ്റി സ്കീം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റിവോക്കേഷൻ ചെയ്ത് കിട്ടി വിതിൻ 30 ഡേയ്സിനുള്ളിൽ പെൻഡിങ് റിട്ടേൺസ് മുഴുവൻ ഫയൽ ചെയ്യണം. പെൻഡിങ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഡേറ്റ് മുതൽ റിവോക്കേഷൻ ചെയ്ത് കിട്ടുന്നത് വരെയുള്ള പീരീഡിലെ എല്ലാ റിട്ടേണുകളും റിവോക്കേഷൻ ചെയ്ത് കിട്ടിയതിന് ശേഷം വിതിൻ 30 ഡേയ്സ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു റെക്കമെൻഡേഷനാണ് 16(4)മായി ബന്ധപ്പെട്ടത് തന്നെയാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ സെക്ഷൻ 9(3), സെക്ഷൻ 9(4) എന്നീ സെക്ഷനുകൾ പ്രകാരം ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തിയിൽ നിന്നാണ് ഇൻവേർഡ് സപ്ലൈ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാണ് RCM ലയബിലിറ്റി വരുന്നതെങ്കിൽ നിങ്ങൾ അതിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന വർഷത്തിലെ ഇൻപുട്ടായിട്ടാണ് അത് പരിഗണിക്കുന്നത്. ആ വർഷത്തിൻ്റെ ഇൻപുട്ടിൻ്റെ ടൈം ലിമിറ്റാണ് അതിന് അപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 17-18 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ റിവേഴ്സ് ചാർജ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഇപ്പോഴാണ് അടയ്ക്കുന്നത്. ഇൻ ഫിനാൻഷ്യൽ ഇയർ 24-25 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള ടൈം ലിമിറ്റ് 30th November 2025 വരെ അവൈലബിൾ ആണ്. അപ്പോൾ 53rd GST കൗൺസിൽ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ള 16(4)മായി വന്നിട്ടുള്ള 3 പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.